ഇപ്രാവശ്യത്തെ വാഗമൺ യാത്രയുടെ ഉദ്ദേശം നമ്മൾ പോകുന്ന ആ റിസോർട്ട് മുഴുവനായി അങ്ങ് എൻജോയ് ചെയ്യാന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെടുത്ത ഈ റിസോർട്ടിൻ്റെ പേര് വിൻ്റർ വെയിൽ എന്നാണ് കേട്ടോ. ഒരു 10-40 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു വലിയ റിസോർട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മളെടുത്ത ഈ റൂം പ്രീമിയം കോട്ടേജ് ആയിരുന്നു. ഒരു ബെഡ് ഏരിയയും അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയയും ബാത്റൂമും പിന്നെ ഒരു വലിയ ബാൽക്കണി ആയിട്ടുള്ള ഒരു റൂമാണിത്. പിള്ളേർക്ക് റൂമിലിരിക്കാനൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ ഓടി നടക്കുമായിരുന്നു കേട്ടോ. വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേരെ നമുക്ക് ഒറ്റയ്ക്ക് പുറത്ത് വിടാനൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. നമ്മൾ എത്തിയ ഉടനെ തന്നെ അവർ കോംപ്ലിമെൻ്ററി സ്നാക്കും ടീയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ നമ്മൾ അവരുടെ റെസ്റ്റോറൻറ്റിലോട്ട് വിട്ട് അതൊക്കെ കഴിച്ചു. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ തോർത്തൊക്കെ ഉപയോഗിച്ചിട്ട് പാവകളേനെയും മൊയിലിനെയും ഡക്കിനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. പിള്ളേര് അത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ചായയോടെയൊക്കെ കഴിഞ്ഞ് കിഡ്സ് ഏരിയയിൽ അവരവരുടെ പരിപാടി തുടർന്നു. ട്രംബോളിനും അതുപോലെ തന്നെ സ്വിങ്ങും ഒക്കെ ആയിട്ട് അവിടെ കളിക്കുമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആ റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു. ഇതവരുടെ വ്യൂ പോയിൻ്റ് ആണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ളതും ഫോട്ടോ എടുക്കാനുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ഒരു കുതിരവണ്ടി ഉണ്ട് കേട്ടോ. ആ കുതിരവണ്ടി കണ്ടപ്പോൾ നമുക്ക് പപ്പുവിനും ശോഭനേനെയൊക്കെ ഓർമ്മ വന്നു. കുറേ നേരം അവിടെ ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ അവരുടെ റിസപ്ഷൻ ഏരിയയിൽ ഇതുപോലെ ഒരു വലിയ ആനയും വിൻറ്റേജ് കാറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞ് ജന്തുക്കളിനെയൊക്കെ കണ്ടപ്പോൾ മോനെടുത്ത ഫോട്ടോസാണ് കേട്ടോ. ഉറുമ്പും ഒച്ചും ഒക്കെ ആയിട്ട്. ഈ റിസോർട്ടിൻ്റെ എവിടെ നോക്കിയാലും ഓരോരോ വ്യൂകളാണ് കേട്ടോ. പലതരത്തിലുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വ്യൂസാണ്. പിന്നെ കുറച്ച് നേരം നമ്മൾ ഇൻഡോർ പ്ലേ ഏരിയയിൽ പോയിട്ട് ടേബിൾ ടെന്നീസും ക്യാരംസും ഒക്കെ കളിച്ച് പിന്നെ സ്വിമ്മിംഗ് പൂള് കാണാൻ പോയിട്ടോ. സ്വിമ്മിംഗ് പൂളിലൊന്നും എടുക്കാൻ പറ്റില്ല, അത്രയും തണുപ്പായിരുന്നു. പിന്നെ അവരുടെ റെയിൻ ഡാൻസ് നടക്കുന്ന സ്ഥലത്ത് പോയി. അതൊരു ഗ്യാങ്ങായി ചെന്നാൽ മാത്രമേ അത് ഓണാക്കുള്ളൂ. അപ്പോൾ അതും നടന്നില്ല. അതിനുശേഷം പിന്നെ കുറച്ച് ചുറ്റി തിരിഞ്ഞ് നമ്മൾ റൂമിൽ തന്നെ വന്ന് കിടന്നുറങ്ങി കേട്ടോ. ഇത് രാവിലത്തെ വ്യൂ ആണ്. ഒരു 5-5:30-6 മണിക്കൊന്നും ഒന്നും കാണാണ്ടായിരുന്നില്ല. ഇതൊരു 7-8 മണി ആയപ്പോഴുള്ള വ്യൂ ആണ്. പിള്ളേർ നേരത്തെ തന്നെ യുനോ കളിക്കലാണ്. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പല്ല് തേപ്പും കുളിയൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഡ്രസ്സൊക്കെ മാറി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറയുന്നത്. ഇന്നത്തെ ഇതിൽ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ അവിലും ചക്കരയും അതുപോലെ തന്നെ പഴമൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ വീട്ടിൽ അവിൽ നനയ്ക്കുമെങ്കിലും ഇതിനെന്തോ പ്രത്യേകതയുള്ള പോലെ തോന്നിട്ടോ. പിള്ളേർ എവിടെ പോയാലും കോൺഫ്ലെക്സ് ആണ് അവരുടെ മെയിൻ വിഭവം. എന്താണെന്ന് അറിഞ്ഞുകൂടെ, അവർക്ക് കോൺഫ്ലെക്സ് ആണ് ഏറ്റവും ഇഷ്ടം. അതിനുശേഷം നമ്മൾ അവിടെയൊക്കെ ഒന്നും കൂടി ചുറ്റിക്കടന്ന് കണ്ടു. അവരുടെ പൂൾവിലയും അതുപോലെ തന്നെ വലിയൊരു മന പോലത്തെ ഒരു കോട്ടേജൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് കറക്റ്റ് ചെക്കൗട്ടിൻ്റെ സമയത്ത് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നേ.